ഫെബ്രുവരി 17 ക്വട്ടേഷൻ പീഡനം മലയാളികൾക്ക് അന്ന് വരെ കേട്ടുകേൾവി പോലുമില്ലാത്തൊരു സംഭവമായിരുന്നു. മലയാള സിനിമാ ലോകത്ത് മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ലോകത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം. കാറിനുള്ളിൽ വെച്ച ക്രൂര പീഡനത്തിനിരയാവുകയായിരുന്നു. ക്വട്ടേഷൻ പീഡനത്തിന്റെ നാൾ വഴികൾ നോക്കാം. അങ്കമാലി അത്താണിയിൽ ഓടുന്ന വാഹനത്തിൽ യുവനടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയായെന്ന വാർത്ത കേരളം ഞെട്ടലോടെ കേട്ടു. സിനിമ ഡബിങ്ങിനായി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു നടി. രാത്രിയിലെ യാത്രയിൽ നടിക്കൊപ്പം ഡ്രൈവർ മാർട്ടിൻ ആന്റണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കിടയിലെല്ലാം മാർട്ടിൻ പൾസസുനിക്ക് സിഗ്നൽ നൽകിക്കൊണ്ടേയിരുന്നു. സിഗ്നൽ ലഭിച്ച പൾസസുനി നടിയുടെ കാർ പിന്തുടർന്നു. ടെമ്പോ ട്രാവലറിൽ പൾസസുനിയും സംഘവും കാർ പിന്തുടർന്നുകൊണ്ടിരുന്നു. മുൻകൂട്ടി തീരുമാനിച്ച പോലെ അതിജീവിതയുടെ വാഹനം അത്താണിയിൽ വെച്ച് പൾസസുനിയുടെ വാഹനവുമായി കൂട്ടിയിടിച്ചു. വാഹനാപകടം നടന്നതോടെ വണ്ടി നിർത്തി പൾസസുനിയും സംഘവും കാറിന്റെ അടുത്തേക്ക് എത്തി. കാറിന്റെ പുറകുവശത്തെ ഡോർ തുറന്ന് സംഘം കാറിനുള്ളിൽ കയറുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നടി തിരിച്ചറിയും മുൻപ് വാഹനം മുന്നോട്ട് നീങ്ങി. ശേഷം കേരളം അറിയുന്നത് ക്രൂരവും നീചവുമായ ക്വട്ടേഷൻ പീഡനത്തിന്റെ വാർത്തയാണ്. അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ട് നടൻ ലാലിന്റെ വീട്ടിലേക്കാണ് നടി അഭയം തേടിയത്. ഇതോടെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. വിവരമറിഞ്ഞ് ലാലിന്റെ വീട്ടിലെത്തിയ തൃക്കാക്കര MLA PT തോമസ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ പോലീസിന്റെ ശ്രദ്ധയിലേക്ക് സംഭവം എത്തിച്ചു. ഇതിനു പിന്നാലെ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഒന്നാകെ രംഗത്ത് വന്നു. കൊച്ചിയിൽ വെച്ച് സിനിമാ സംഘടനയും ജനപ്രതിനിധികളും അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദർബാർ ഹാളിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചു. ആ കൂട്ടത്തിൽ നടൻ ദിലീപും പങ്കെടുത്തിരുന്നു. അതിക്രമത്തിനിരയായ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നീതിക്കായുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുമെന്ന് ദിലീപും പ്രഖ്യാപിച്ചു. ഈ ചടങ്ങിൽ നടി മഞ്ജു വാര്യർ നടത്തിയ വെളിപ്പെടുത്തലാണ് പ്രധാന വഴിത്തിരിവായത്. ഇതിനു പിന്നിൽ നടന്നിരുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതായിരുന്നു നടി മഞ്ജു വാര്യരുടെ വാക്കുകൾ. അന്നു മുതൽ കേസിലെ മറുവശം തേടിയുള്ള അന്വേഷണമായി. പിന്നാലെ ഫെബ്രുവരി 23 കേസിലെ ഒന്നാം പ്രതിയായ പൾസസുനിയെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ കീഴടങ്ങാൻ പോകുന്നതിനിടെയാണ് അതിനാടകീയമായി പൾസസുനി അറസ്റ്റിലാവുന്നത്. പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും നടൻ ദിലീപാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും കേട്ടു തുടങ്ങി. ഈ സമയത്ത് റിമാൻഡിൽ കഴിയുകയായിരുന്നു പൾസസുനി. ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദിർഷയ്ക്കും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കും പൾസസുനി ഒരു സന്ദേശം അയച്ചു. ക്വട്ടേഷൻ തുക നൽകിയില്ലെങ്കിൽ ദിലീപിന്റെ പേര് പറയുമെന്നായിരുന്നു ആ സന്ദേശം. സഹതടവുകാരൻ വഴി രഹസ്യമായി കൊടുത്തയച്ച കത്തിലായിരുന്നു ദിലീപിനെ കേസുമായി ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവ് കിട്ടിയത്. പിന്നീട് പുറത്തുവന്ന ഓരോ തെളിവുകളും ദിലീപിന് കുരുക്കായി മാറി. കേസിലെ സൂത്രധാരൻ ദിലീപ് തന്നെ എന്ന് തെളിയിക്കുന്ന തെളിവുകൾ അതോടെ പോലീസിന് ലഭിച്ചു. ദിലീപിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചു. നീണ്ട 13 മണിക്കൂറിലേറെയാണ് മലയാളത്തിന്റെ ജനപ്രിയ നായകനെ അന്ന് ചോദ്യം ചെയ്തത്. പിന്നാലെ 2017 ജൂലൈ 10 പ്രത്യേക അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ദിലീപ് അറസ്റ്റിൽ എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അതീവ രഹസ്യമായാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. 85 ദിവസമാണ് അന്ന് ദിലീപ് ജയിലിൽ കഴിഞ്ഞത്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെ ഒക്ടോബർ 3 പുറത്തിറങ്ങി. 2018 മാർച്ച് 8 കേസിൽ വിചാരണ നടപടി തുടങ്ങി. പോലീസ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കൂട്ട മൊഴിമാറ്റം തന്നെയായിരുന്നു. 2019 നവംബർ 29 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. 2021 ഡിസംബർ 25 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കേസിൽ സുപ്രധാന വഴിത്തിരിവിലെത്തിച്ചു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ദിലീപിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. 2022 ജനുവരി 4 തുടരന്വേഷണത്തിന് അനുമതിയായി. അതിജീവിതയും പ്രതികളിലൊരാളും സിനിമാ മേഖലയിൽ നിന്ന് തന്നെയായത് സംഭവം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ നേടി. കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളും ഏറെ പ്രശംസ പിടിച്ചുപറ്റി. മലയാള സിനിമാ മേഖലയിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ കൂട്ടായ്മ രൂപീകരിച്ചതിന് കാരണവും നടിക്ക് നേരെയുണ്ടായ അതിക്രമമാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റിയും നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടത് തന്നെ. വിവാദങ്ങൾക്കിടയിൽ നടന്ന സിനിമാ സംഘടന അമ്മയുടെ യോഗത്തിൽ നടിയെ ആക്രമിച്ച വിഷയം ചർച്ച ചെയ്യാതിരുന്നതും അതേക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് താരങ്ങൾ നൽകിയ മറുപടിയും വലിയ വിവാദമായിരുന്നു. 221 രേഖകൾ പ്രതിഭാഗം ഹാജരാക്കി. 261 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. പക്ഷേ കേസിൽ മിക്കവരും മൊഴിമാറ്റി. കൂറുമാറിയവരിൽ കാവ്യയടക്കം 8 പേർ ദിലീപിന്റെ കുടുംബാംഗങ്ങൾ തന്നെയായിരുന്നു. കേസിലെ സാക്ഷിയായ മുകേഷ് MLA വാദത്തിൽ ഉറച്ചു നിന്നു. 46ാം സാക്ഷിയായ മുകേഷിന്റെ മുൻ ഡ്രൈവറാണ് പൾസസുനി. പ്രശ്നക്കാരനെന്ന് കണ്ടെത്തിയാണ് പൾസസുനിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നായിരുന്നു മുകേഷിന്റെ മൊഴി. താരങ്ങളായ സിദ്ദിഖ്, ഭാമ, സായ് കുമാർ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു എന്നിവർ കൂറുമാറി. അതിജീവിത ദിലീപിനെതിരെ പരാതി പറഞ്ഞിരുന്നുവെന്ന ആദ്യ മൊഴിയാണ് ഇവർ കോടതിയിൽ മാറ്റിയത്. സിനിമാ താരങ്ങളല്ലാത്ത ചില സാക്ഷികളും കൂറുമാറിയിരുന്നു.
ദിലീപിന്റെ ആശുപത്രി പ്രവേശന രേഖകൾ വ്യാജമായി നിർമ്മിച്ച ഡോക്ടർമാർ മുതൽ പൾസസുനിയെ നടനുമായി അടുപ്പിച്ച ഹോട്ടൽ ജീവനക്കാർ വരെയുള്ള സാക്ഷികൾ ഇവരിൽ ഉൾപ്പെടുന്നു. ദിലീപിന്റെ സുഹൃത്തുക്കളായ നാദിർ ഷാ, ബൈജു, സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവായ സൂരജ്, ഡ്രൈവർ അപ്പുണ്ണി എന്നിവരും കൂറുമാറിയവരിലുണ്ട്. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. അതിജീവിതയുടെ ആവശ്യപ്രകാരം വനിതാ ജഡ്ജിയാണ് ഹൈക്കോടതി നിയോഗിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കിയത്. ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിറക്കി തുറന്നു പരിശോധിച്ചത് വലിയ വിവാദമായി. കേസിൽ നീതി തേടി രാഷ്ട്രപതിക്ക് വരെ അതിജീവിത കത്തയച്ചു. കസ്റ്റഡിയിലിരിക്കെ 3 തവണ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതായി ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. നീണ്ട 8 വർഷത്തെ നിയമ പോരാട്ടമായിരുന്നു അതിജീവിത നടത്തിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.